നിയോ പ്രൈമിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് 3.5 കോടി ജനതയ്ക്കും കേരളത്തിൽ അറിയുന്ന ഒരു പേരാണ്. മരണത്തെ ഏറ്റവും കൂടുതൽ തവണ മുന്നിൽ കണ്ടിട്ട് പോലും ഒരു പുഞ്ചിരിയോടെ ജീവിതത്തിൽ അത്രയും അജയനായിട്ട് നിൽക്കുന്ന ആളാണ്. ആ അതിഥിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. വാവ സുരേഷ്. സുരേഷ് ഏട്ടാ നമസ്കാരം. ഏഷ്യാനെറ്റിൽ ഞാൻ കോമഡി സ്റ്റാർസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജാറുകളിലാക്കി കുറേ പാമ്പുകളെയും കൊണ്ടാണ് സുരേഷയുടെ ഫ്ലോറിൽ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് പാമ്പുകൾ. അപ്പം നമ്മൾ പേടിക്കുന്ന ഒരു കാര്യത്തെ വളരെ എന്താ പറയുക ഈസി ആയിട്ട് ഡീൽ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സുരേഷ് ഏട്ടന് വേറെ എന്തിനെങ്കിലും പേടിയുണ്ടോ? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നമസ്തേ. വളരെ സന്തോഷം നമുക്ക് ഇങ്ങനൊരു തുറന്നു പറച്ചിലിന് അവസരം ഉണ്ടാക്കിയതിൽ. പേടിയുള്ളൊരു സാധനമുണ്ട്. എന്താണ് ഏട്ടാ പേടി? ഞാനെപ്പോഴും പറയാനുള്ള മനുഷ്യനാണ്, പക്ഷേ മനുഷ്യനല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് നമ്മുടെ ഈ പുല്ലൊക്കെ തിന്നുന്ന പച്ചിലൊക്കെ തിന്നുന്ന പുഴുവില്ലേ, അത് എനിക്ക് ഭയങ്കര. കാരണം വെച്ചാൽ അത് എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഹക്കൊരു കുളിര് പോലെ വരും. എന്റെ ദൈവം, ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകളെയൊക്കെ എടുത്ത് അമ്മാനമാടുന്ന ഏട്ടൻ ആ പുഴുവിനെയാണോ പേടിക്കുന്നത്? പുഴുവിനെ ഭയങ്കര. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ യാവണക്കെന്നൊരു ചെടി ഉണ്ടായിരുന്നു. യാവണക്ക ചെടി എന്ന് പറയുമ്പോൾ ഞങ്ങളവൻ്റെ അടുത്ത് CTCRI സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പട്ടുനൂൽ പുഴുവുണ്ട്, അതിൽ തീറ്റ് ചെയ്താണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഒരു സീസണാകുമ്പോൾ പുഴു ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാതെ എൻ്റെ ചേട്ടന്മാർ അനിയത്തിയും കൂടെ എന്നെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ഇതെടുത്ത് കുടയും. അപ്പോൾ ദേഹത്ത് അന്ന് വീണിട്ട് ആ ചൊറിച്ചിൽ, ആ ചെറുപ്പത്തിലൊരു 8 വയസ്സിലൊക്കെ ചൊറിയാൻ ആ ഒരു അനുഭവം ഉണ്ടായത് ജീവിതത്തിൽ ഇന്ന് വരെ. ആ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. ഞാൻ അട്ടയെ വരെ ഞാൻ കൈകൊണ്ടെടുക്കും. പക്ഷേ ഈ ഒരു സാധനം കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്, പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു ഫീലിംഗ്, ഒരു ദേഹത്തൊക്കെ കുളിമുണ്ട്, എൻ്റെ ഈ കറുപ്പാണ്ട് രോമമുണ്ട്, അറിയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഇങ്ങനെ എണീറ്റ് വരും. അത്ര എനിക്കൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ. അണലിയോ മൂർഖനോ ആണെങ്കിൽ ബാക്കി ഇനി ഏത് ഇനി ആന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എനിക്ക് ഒന്നിനും പായില്ല. പക്ഷേ ഈ ഒരു സാധനത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഈ ഒരു സാധനം വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇടിഞ്ഞാറിൽ 2 ആന കറണ്ടടിച്ച് മരിച്ച് കിടന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനും ജേക്കബ് അലക്സാണ്ടർ സാറൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ അത് മൊത്തം ബോഡിയില്ല, ബോഡിക്ക് അസ്ഥി മാത്രമല്ല, അതിനകത്ത് പുഴു ഇങ്ങനെ കൂടുതൽ കിടക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ കയറി കൈ കൊണ്ട് വരികയൊക്കെ എടുത്ത് നമുക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം പോകുമ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ആനയുടെ ശരീരത്തിൽ ഇങ്ങനെ പുഴുക്കളൊക്കെ അരിച്ചു കിടന്നു എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോഴും ചേട്ടൻ അതൊന്നും എനിക്ക് പ്രശ്നം. അങ്ങനെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മകേഷ് എന്നൊരാളുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഡ്രഗ്സ് ആയിരുന്നു. പുള്ളിക്കാരന് ഒരു ഡ്രഗ്സ് അടിച്ചൊരു ചവിട്ടി പൊട്ടിച്ച സമയത്ത് സ്റ്റൗ കൊണ്ടിട്ടൊരു മുറിവുണ്ടായിട്ട് ആ മുറിവ് പിന്നെ പുള്ളി കൊണ്ട് ഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുകിടന്ന് അത് പുഴുവായിരുന്നു. അത് ഇത്ര നീളത്തിലുള്ള പുഴുവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ചു കണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം കണ്ടാൽ എനിക്ക് ബോധക്കേടുണ്ടോയെന്നുള്ള എനിക്ക് അത് കണ്ടാലും എനിക്ക് പ്രശ്നം. പക്ഷേ ഇതെനിക്ക് പ്രശ്നമുണ്ടോ, എനിക്ക് ഭയങ്കര ഒരു വൈക്ലഭ്യം, അതുപോലെ ഭയങ്കര സംഭവം. അതെനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അതെനിക്ക് ജീവിതത്തിൽ അന്ന് തുടങ്ങിയത് ഇന്നും വരെ എനിക്ക് ആ കൂടുന്നല്ല കുറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു ഒരുപാട് മരണങ്ങൾ മുന്നിൽ കണ്ടു. ചേട്ടൻ ശരിക്കും മരണത്തെ എത്ര തവണ മുഖാമുഖം കണ്ടിട്ടുണ്ട്? അതായത് ഇനി ഒരു ജീവിതത്തിലേക്കില്ല, എനിക്ക് എല്ലാവരോടും ഒരു ബൈ പറയാൻ സമയമായി എന്ന് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് ഒത്തിരി പ്രാവശ്യം ഉണ്ടായിരുന്നു. കൊറോണ വന്നിട്ട് എനിക്ക് 1 മാസം ഞാൻ കിടപ്പായി. ഞാൻ ഒരിക്കലും തിരിച്ചു എൻ്റെ മുന്നിൽ ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അന്നത്തെ ആൾക്കാർ കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ആരോഗ്യ വകുപ്പൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തമാശ ചിരി തോന്നി. കാരണം മെഡിക്കൽ കോളേജിൽ ഞാൻ കിടക്കുമ്പോൾ വലിയൊരു ഹോളിൻ്റെ സൈഡിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് നല്ല പരിഗണന, ബാക്കിയുള്ളവർക്ക് മറ്റു കിടക്കും. പക്ഷേ ഈ ഞാനിങ്ങനെ നോക്കി കിടക്കുമ്പോൾ 233 പേരാണ്, 36 പേരാണ് 48 മണിക്കൊണ്ട് മരണപ്പെട്ടത്. 236 ഞാൻ എണ്ണി കിടക്കുകയാണ്. 236. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു അടുത്ത 5-10 മിനിറ്റകത്ത് ഞാനും പോകും. കാരണം ഞാനും പേയാടുള്ള ചേച്ചിയും മാത്രമാണ് രക്ഷപ്പെട്ടോണ്ടെന്ന് പോകുന്നത്. ബാക്കി എല്ലാവരും ഡെത്തിലേക്ക്, എല്ലാവരും എന്നെ അറിയാമെന്നുള്ള എല്ലാവരും കട്ടിൽ കിടന്ന് ഇങ്ങനെ നോക്കും, കഴുത്തിങ്ങനെ ചരിഞ്ഞു. ഇതെല്ലാം ഞാനിങ്ങനെ ലൈവ് നോക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത നിമിഷം എനിക്ക് ഇതാണ് അവസ്ഥ. ഞാൻ എന്നാലും ഒരു 20 ദിവസം വരെ കിടന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, തിരിച്ചു വന്നു. പാമ്പ് കടി കേട്ടിട്ട് 16 പ്രാവശ്യം ഞാൻ ക്രിട്ടിക്കലായി. 16 പ്രാവശ്യം ഞാൻ മരണത്തെ കണ്ടു. ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന കോട്ടയത്തുള്ള കടിയാണ്. പക്ഷേ കോട്ടയത്തുള്ള കടിക്ക് ശേഷം വേറെ 3 കടി എനിക്ക് കിട്ടി. ആരും അറിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളെ പോലും ഞാൻ അറിയാം. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ നമുക്ക് സ്ഥിരമാകുമ്പോൾ വീട്ടുകാർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു മനസ്സിൽ പറഞ്ഞില്ലെങ്കിലും അവർ മാനസികമായിട്ട് അവർ ചിന്തിക്കും, ഇവൻ എന്ന് ഇത് തന്നെ ജോലി, ഇവനെയൊക്കെ നോക്കണ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കും. കൂട്ടുകാരാണെങ്കിൽ പോലും ചിന്തിക്കും. കാരണം ആത്മാർത്ഥമുള്ള കൂട്ടുകാരാണെങ്കിൽ പോലും അവർ നമ്മളുടെ നിൽക്കുന്നത് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഒരിക്കലും നമ്മുടെ അടുത്തുള്ള ആത്മാർത്ഥം കൊണ്ട് നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ അടുത്ത കാലത്തേക്ക് 3 കടി കിട്ടി കിടന്ന സമയത്തൊക്കെ ഞാൻ ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. രാവിലെ കാപ്പി വാങ്ങിക്കുകയാണെങ്കിൽ രാവിലെ മെഡിസിൻ കഴിക്കണം, ഡോക്ടർ വരുമ്പോൾ ഞാൻ കഴിച്ചു വെച്ചാൽ ഞാൻ കഴിച്ചു എന്ന് പറയും. വാങ്ങിച്ചു തരേണ്ട ആരുമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കും.
ഒരു ഗുളിക എടുത്ത് വെച്ചിട്ട് രണ്ടും എല്ലാം കൂടി ഉച്ചയ്ക്ക് ആരെങ്കിലും കൊണ്ട് കഞ്ഞി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ഒരു ഈ കാലഘട്ടം ഈ അടുത്ത കാലത്ത് ഒരു 6 മാസത്തിന് പറയുന്നത് ഈ 2025 നവംബർ ഡിസംബർ ആ കാലഘട്ടത്തിൽ അടുത്ത് 2 കടി കിട്ടി. 15 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ 2 അടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ 1 അടി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ എന്തായാലും പിന്നെ 2 പ്രാവശ്യം അങ്ങനെ പടത്തിൽ എനിക്ക് നട്ടലിന് പൊട്ടലുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ തെങ്ങിൽ നിന്ന് കൊണ്ട് എൻ്റെ കഴുത്തിന് പൊട്ടലുണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിനടുത്ത് ഒരു വീട് വിൽക്കാനായിട്ട് ഒരു സെയിലിന് പരസ്യം കൊടുത്ത സമയത്ത് ഡെയിലി ആളുകൾ കാണാൻ വരുമ്പോൾ ഒരു പാമ്പ് താഴെ നിന്ന് കയറി അവരെ വീടിൻ്റെ മുറ്റത്തേക്ക് വരും. എന്നും സ്ഥിരം ആര് വന്നാൽ അപ്പോൾ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റാതെ ഇത് ആൾക്കാർ വരുമ്പോൾ ഇത് കയറി വരും, സ്ഥിരം വരുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും. അപ്പോൾ ഉടനെ അവരെന്നെ വിളിക്കുന്നു, ആരും അറിയാതെ ചെല്ലാമ്പോൾ ഞാനും അറിയാതെ ആരും അറിയാതെ ചെല്ലുന്നു. ഞാൻ രാവിലെ 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക് എത്തി. അവിടുന്ന് 6 മണിക്ക് എത്തി. 6 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 11 മണി വരെ ഞാൻ മതിൽ വിളിക്കുന്നു. എന്നെ ആരും കണ്ടിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒരേപോലെ ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്യണം. എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് 11:30 ആയപ്പോൾ മതിലെല്ലാം കൂടി ഇട്ട് എൻ്റെ നടുവിലേക്ക് വീണു. ഞാൻ മതിലിൻ്റെ അടിയിൽ. അപ്പോൾ എനിക്കിവിടെ ഒരു 3 പൊട്ടലുണ്ടായിരുന്നു, തുടയിൽ പൊട്ടലുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ചു വരുന്ന ഞാൻ പഠിച്ചു. അങ്ങനെ എന്തായാലും 16 17 18 20 പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. അതുപോലെ തന്നെ വേറൊരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി BP ഒക്കെ നോക്കി ചെക്ക് ചെയ്ത സമയത്ത് പറഞ്ഞ് പെട്ടെന്ന് ശ്വാസമെടുത്തതിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോക്കണം പറയും. അപ്പോൾ ആ പുള്ളി തന്നെ ഒരു ഹൈ ഡോസ് ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് അന്ന് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്നു. അവിടെ തന്നെ ഹൃദയരോഗ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ലങ്സ് മൊത്തം കവം കെട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് രക്ഷയില്ലെന്ന് അവർ പറഞ്ഞതാണ്. അതും അങ്ങനെ നോക്കുമ്പോൾ 20 തവണ മരണത്തെ മുഖാമുഖം 21 പ്രാവശ്യം 21 തവണ കണ്ടു എന്ന് പറഞ്ഞു. ഒരു ലാസ്റ്റ് നമ്മളൊരു റീവൈൻഡ് ബട്ടൺ അടിക്കും, തീരാൻ പോവാണ് ഇനി. റീവൈൻഡ് ബട്ടൺ നമ്മൾ ചെയ്തതും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ആൾക്കാരും ഒന്നും വന്നില്ല. ഞാൻ ചിന്തിച്ച് ഒറ്റ കാര്യം, മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മരിക്കണം. ഞാൻ നിങ്ങളെപ്പോഴും ഞാൻ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന സമയം ചിരിച്ചുകൊണ്ടാണ് കിടന്നത്. കാരണം എൻ്റെ ആഗ്രഹം എൻ്റെ മരണം ഞാൻ കണ്ണടയുമ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ ചിരിയിലുണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ കിടക്കും, അങ്ങനെ പോവുള്ളൂ. ഒരാളുടെ ഫാമിലി സുഹൃത്തുക്കളുടെ ഒന്നും എൻ്റെ മനസ്സിൽ ആരുമില്ല, ബ്ലാങ്കാണ്. കാരണം വെച്ചാൽ നന്മയായിട്ട് ചിന്തിക്കാണ്ടൊന്നും ഇല്ലല്ലോ നമുക്ക്, തിന്മകൾ മാത്രമല്ലേ ഉള്ളൂ. നന്മയായിട്ട് ചിന്തിക്കുക എന്താ ഉള്ളത്, ഒന്നും ഉണ്ടാവില്ല നമുക്ക്. ഇപ്പോൾ എന്താ പറയുക, പുറകോട്ട് സഞ്ചരിച്ചാലും മുന്നോട്ടെന്ന് പറയാൻ നമുക്കില്ലല്ലോ. നമുക്കിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരിച്ച് ഞാൻ പൂർണ്ണമാക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിങ്ങളെ ചോദ്യത്തിന് മറുപടി തന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ല അങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നാളെക്കുറിച്ച് ചിന്തയില്ല, അടുത്ത നിമിഷത്തെക്കുറിച്ച് ചിന്തയില്ല. കഴിഞ്ഞ പോയിലൊന്നും നമുക്ക് നല്ലതില്ല, ഓർക്കാനായിട്ട് ഒന്നും നല്ലതില്ല. നല്ല അടുത്ത ഒരു എന്താ പറയുക, ഒരു സുഹൃത്തായിട്ടോ പിടിക്കാനോ അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും ഇപ്പം ചേർത്ത് പിടിക്കാനായിട്ട് ആരും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പഠിച്ചൊരു പാഠമാണ്. എല്ലാവരും അവരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം ഈ അടുത്ത കാലത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫുള്ള് യാത്ര ഒറ്റയ്ക്കാണ്. ഞാനൊരു പാമ്പടിയിട്ട് കിടക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ഇഷ്ടംപോലെ ചെറുപ്പക്കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ അടുത്ത റൂമുകൾ എനിക്ക് കാവലിരിക്കും. പക്ഷേ പിന്നെ ആയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയതൊന്നും ശരിയായ നടപടിയല്ല.